ഞങ്ങൾക്ക് ഈ കേരളത്തിലെ പൊതുജനങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് പാലക്കാട്ടെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി, നമ്മുടെ പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്, നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഈ പാലക്കാട്ടത്തെ ഓരോ വ്യക്തികളും ഞങ്ങൾക്ക് നൽകി എല്ലാ സംഘടനയും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഈ പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്. ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജാണ് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാനായിട്ട് ഇരിക്കുന്നത്. പക്ഷെ അത് കാലതാമസം കൊണ്ട് അത് വൈകിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. പക്ഷെ അത് നമ്മൾ സംസാരിച്ച് നമ്മൾ നേടണം. അതിനുവേണ്ടി ഞങ്ങളോടൊപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നാണ് ഈ പാലക്കാട്ടെ ജനങ്ങളോടും ഈ കേരളത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഇത് പാലക്കാട് മെഡിക്കൽ കോളേജ്. 2014 സെപ്റ്റംബർ 19 ആരംഭിച്ച ഈ സ്ഥാപനം കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലാണ് സ്ഥാപിതമായത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസ് എന്ന ഈ സ്ഥാപനം പാലക്കാട് മെഡിക്കൽ കോളേജ് എന്നാണറിയപ്പെടുന്നത്. കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ സ്ഥാപിതമായ പാലക്കാട് മെഡിക്കൽ കോളേജ് അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസ് പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ യാക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2014 സെപ്റ്റംബർ 19 ആരംഭിച്ച ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത്. ഇന്ന് ഇവിടത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ സമരത്തിലാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കോടികൾ ചിലവഴിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുകയും അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി അത്യാധുനിക രോഗചികിത്സാ യന്ത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തുവെങ്കിലും ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇവിടത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. എന്റെ പേര് തൃഷ്ണ. ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടിലെ 3rd ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ആളുകൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കോളേജ് ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ 10 വർഷം പിന്നിട്ടിരിക്കുന്നു. 2014 തുടങ്ങി ഇന്ന് 2024 ആയിരിക്കുന്നു. ഇപ്പോഴും ഇവിടെ വേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയും കൊല്ലം പിന്നിട്ടിട്ടും ഇവിടെ OP മാത്രമാണ് കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് വേണ്ട ബേസിക് ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതായത് കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT, IP തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പം ഇവിടെ ഞങ്ങൾക്ക് പഠിക്കുമ്പോഴത്തേക്കിന് ഇതൊന്നും ഇല്ലാണ്ട് ഡോക്ടേഴ്സ് ആകാൻ ഞങ്ങൾക്ക് പറ്റില്ല.
ഇതൊക്കെ കണ്ടു വേണം ഞങ്ങൾ പഠിക്കാൻ. വരുന്ന ഓരോ കേസുകളിൽ നിന്നാണ് ഞങ്ങൾ അറിവ് നേടുന്നത്. ബാക്കി ഒരു സബ്ജക്റ്റിനെ പോലെ ബുക്കിൽ നിന്ന് കിട്ടുന്ന നോളജ് അല്ല, ഞങ്ങൾ കണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ആർജിച്ചെടുക്കുന്ന നോളജാണ്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഇന്നിവിടെ ഇത്രയും കുട്ടികൾ ഇവിടെ സമരം ചെയ്യുന്നത്. വിദ്യാർത്ഥികളായിട്ട് തന്നെയാണ് സമരം ചെയ്യുന്നത്. നമസ്കാരം, എന്റെ പേര് സ്നേഹ. ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾ ഈ ചെയ്യുന്ന വിദ്യാർത്ഥി സമരം തികച്ചും ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ഇവിടെയുള്ള പാലക്കാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള സമരമാണ്. ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് വന്നിട്ട് 10 വർഷമായി. പക്ഷെ ഇതുവരെയായിട്ടും ബേസിക് ഫെസിലിറ്റീസ് പോലും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. ഞങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഫാക്കൽറ്റീസ് ഇല്ല. ഏകദേശം 30ഓളം ഫാക്കൽറ്റീസിന്റെ ഷോർട്ടേജ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികൾ പേഷ്യൻസിനെ തൊട്ടറിഞ്ഞ് പഠിക്കേണ്ടവരാണ്. പക്ഷെ ഇതുവരെയായിട്ടും ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അടുത്തുള്ള ജില്ലാ ആശുപത്രിയിലെയാണ്. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ആവശ്യത്തിലധികം എക്യുപ്മെന്റ്സും ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ഫാക്കൽറ്റീസ്, ഇവിടെയുള്ള ഫാക്കൽറ്റീസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന തികച്ചും അവഗണനകൾ മാത്രമാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഞങ്ങളെ പഠിപ്പിക്കാൻ ഇവിടെ ഉള്ളവര്. പക്ഷെ അവരെന്തിനാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അവഗണന നേരിടണം? അതിന്റെ ആവശ്യം എന്താണ്? ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ചെയർമാൻ നമ്മുടെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ആണ്. പക്ഷെ 10 വർഷമായിട്ടും ഇവിടെ അദ്ദേഹം ഒരു ചേംബർ രൂപീകരിക്കുകയോ അല്ലെങ്കിൽ ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ് വേണ്ടിയിട്ട് ബാക്കി നടപടികൾ സ്വീകരിക്കുകയോ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഈ 10 വർഷം കഴിഞ്ഞ് ഇനി എന്നാണ് ഞങ്ങളുടെ പഠിപ്പിക്കുന്ന അധ്യാപകർ വരുന്നത്? 3 ബാച്ച് പഠിച്ചിറങ്ങി, ഇനിയും 5 ബാച്ചോളം ഇവിടെ ഉണ്ട്. ഞങ്ങൾ എങ്ങനെ പഠിക്കണമെന്നാണ് നിങ്ങൾ തന്നെ പറയും. ഇത് കേവലം ഞങ്ങൾ സമരം ചെയ്യേണ്ട വിഷയമല്ല, മറിച്ച് എല്ലാവരും, പാലക്കാടിലെ ഓരോ ജനങ്ങളും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഓരോരുത്തരും ചോദ്യം ചെയ്യേണ്ട വിഷയമാണ്. എന്റെ പേര് ഗ്രീഷ്മ. ഞാൻ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 3rd ഇയർ വിദ്യാർത്ഥിനിയാണ്, MBBS വിദ്യാർത്ഥിനിയാണ്. ഇപ്പൊ ഒരു സമരവുമായിട്ട് മുന്നോട്ട് വരാനുള്ള മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടേണ്ട ബേസിക് ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇവിടെ കിട്ടുന്നില്ല. അതായത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് 5 വർഷം പഠിച്ച് പൂർത്തിയാക്കണമെങ്കിൽ ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് IP, OT, കാഷ്വാലിറ്റി പോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബെറ്റർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഇപ്പോഴും 10 വർഷമായിട്ടും പണി തുടങ്ങുന്ന ഒരു കോളേജാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇത്രയും വർഷമായിട്ടും അതൊരു കംപ്ലീറ്റ് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുക. അതിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. എന്തെങ്കിലും അടിയന്തരമായിട്ടൊരു നടപടി ഇടപെട്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അടിയന്തരമായി ഒരു ചർച്ച വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇനി ആദ്യത്തെ ആവശ്യം പറയുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന പ്രശ്നം അധ്യാപന നിയമനമാണ്. അധ്യാപനങ്ങളും മറ്റ് സ്റ്റാഫുകളുടെ നിയമനമാണ്. ഒരു താൽക്കാലിക നിയമനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺട്രാക്ട് ബേസിസിൽ 1 വർഷത്തേക്ക് ആളുകളെ എടുക്കും. അതിപ്പോ സ്റ്റാഫ്സ് ആയാലും ബാക്കി ഫാക്കൽറ്റീസ് ആയാലും ടീച്ചിങ് ഫാക്കൽറ്റി ഡോക്ടേഴ്സിനെ ആയാലും ഇതിൽ നിന്നും മാറ്റി ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് നമുക്ക് ഇവിടെ വേണം. എങ്കിൽ മാത്രമേ ഈ ഫാക്കൽറ്റീസിന്റെ കൊഴിഞ്ഞുപോക്കും ഫാക്കൽറ്റീസിന്റെ കുറവും നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഇന്നലെ മിനിസ്റ്ററുമായിട്ടുള്ള നടത്തിയ ചർച്ചയിൽ മിനിസ്റ്റർ പറഞ്ഞത് 1 മാസത്തിനകം തന്നെ കാഷ്വാലിറ്റിയും IP-യും തുടങ്ങാനുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞത്. ഇനി അഥവാ അങ്ങനെ തുടങ്ങിയാൽ തന്നെ ഫാക്കൽറ്റീസ് ഇല്ലാതെ നമുക്ക് ഇത് ഓടിച്ചുകൊണ്ട് പറ്റത്തില്ല. സ്റ്റാഫ് ഇല്ലാതെ ഒരു കാഷ്വാലിറ്റി നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. ജൂനിയർ ഡോക്ടർമാരെ മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും നടത്താൻ പറ്റില്ല. നിലവിൽ ഇപ്പൊ കോളേജിൽ 12 ഇന്റർവ്യൂകൾ നടന്നിട്ടുണ്ട്. ഈ 12 ഇന്റർവ്യൂകളിലൂടെയും കയറിയിരിക്കുന്നത് ജൂനിയർ ഡോക്ടർമാരാണ്.
ഈ HOD അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ അസോസിയേറ്റ് പ്രൊഫസർ പോലുള്ള തസ്തികകളിലേക്ക് ആളുകളായിട്ടില്ല. പല ഡിപ്പാർട്ട്മെന്റുകളിലും അതില്ല. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ആളേ ഇല്ല. സ്റ്റാഫുകൾ ഇല്ലാത്തതിനാൽ ആ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ അടച്ചുപൂട്ടിയിട്ടിരിക്കുക. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഇവിടെ പ്രവർത്തിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതും ഇപ്പൊ ഉള്ള സ്റ്റാഫുകളെ പെർമനന്റ് ആക്കുക. അതിനുശേഷം ഇനി വരുന്നവരെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് തന്നെ അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഈ കോളേജിന്റെ ഉള്ളിലെ ഇന്റേണൽ റോഡ്സിന്റെ കൺസ്ട്രക്ഷൻസ്, ബാക്കി ഇനി പൂർത്തീകരിക്കാനുള്ള കൺസ്ട്രക്ഷൻസ്, ഓക്സിജൻ പ്ലാന്റ്, അതുപോലെ ഡ്രെയിനേജ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അപ്രൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അത് അപ്രൂവ് ആകും എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടെ ഒരു വ്യക്തതയായ ഒരു തീരുമാനം, ഒരു ഗവൺമെന്റ് ഓർഡർ പാസ്സാക്കിയ ഒരു തീരുമാനം വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അത് കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടരാനാണ്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ചെയ്യുന്ന സമരം ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇവിടെ പാലക്കാട് ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഞങ്ങളിപ്പോ പഠിക്കാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ഇവിടെ പാലക്കാട് ജില്ലാ ആശുപത്രിനെയാണ് ഞങ്ങളിപ്പോ ആശ്രയിക്കുന്നത്. അവിടെ പോയി നോക്കുമ്പോൾ രാവിലെ മുതൽ ആളുകൾ വരി നിൽക്കണം. അത് കാലിന് വയ്യാത്തവരും പല രോഗികളുണ്ട്. അവരൊക്കെ രാവിലെ മുതൽ OP ടിക്കറ്റിന് വേണ്ടിയിട്ട് വരി നിൽക്കണം. അതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടം വരാറുണ്ട്. എന്തിനാണ് അവരെ വരി നിന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് ആ വെയിലത്ത് നിൽക്കണമെന്ന് പലപ്പോഴും ആലോചിച്ചു. ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടാവുമ്പോ കിടത്തി ചികിത്സക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഫാക്കൽറ്റീസ് ഇല്ല, അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളില്ല. അവിടെ അത്രയും കഷ്ടപ്പെട്ട് ജനങ്ങൾ നിൽക്കണ എന്തിനാന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. ശരിക്കും സങ്കടം വന്നിട്ടുണ്ട്. ജനങ്ങൾ ഇങ്ങനെ അസുഖങ്ങൾ കൊണ്ടിട്ട് പലരും ചുമച്ചിട്ടും കാലിന് വയ്യാണ്ട് നിൽക്കുന്ന സമയത്ത് അത് കണ്ടിട്ട് ശരിക്കും സങ്കടം വന്നിട്ടുണ്ട്. എന്തിനാണ് അവർ അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇവിടെ വരാലോ, ഇവിടെ ഫെസിലിറ്റീസ് തുടങ്ങാലോ. ജനങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുത്തൊരു മിനിസ്റ്റർ ഉണ്ട്. ഇന്നലെ വന്നിട്ട് OT സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ OT സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ കാര്യം? ഫാക്കൽറ്റീസ് ഇല്ലാതെ എങ്ങനെയാണ് OT വർക്ക് ചെയ്യുക? ഇവിടെ ഒരു കാഷ്വാലിറ്റി ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സ്കൂട്ടർ മറിഞ്ഞു. അയാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നേരെ ഈ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൂടെ? പക്ഷെ ഇവിടെ ഒരു ഫെസിലിറ്റീസും ഇല്ല. കൊണ്ടുപോയിട്ട് എന്താ കാര്യം? നേരെ തൃശ്ശൂരിലേക്കോ കോയമ്പത്തൂരിലേക്കോ കൊണ്ടുപോകണം. ജനപ്രതിനിധികളെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയേണ്ടത് മന്ത്രി വന്നിരുന്നു. നമ്മുടെ ആവശ്യപ്രകാരം AC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രി ശ്രീ K രാധാകൃഷ്ണൻ വന്നിരുന്നു. ഇവിടെ ഇന്നലൊരു ചേംബറിനകത്ത് വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതില് മന്ത്രി, ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ചിത്ര IAS, അതുപോലെ തന്നെ DMO, കോളേജ് സൂപ്രണ്ട്, പ്രിൻസിപ്പൽ ഇൻചാർജ്, ഡയറക്ടർ, ഇത്രയും പേരെ കൂട്ടിയായിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ആ മീറ്റിംഗിന്റെ ഫലമായിട്ട് നമുക്ക് വേണ്ട ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടിയില്ല. അതാണ് ഇന്നും നമ്മുടെ സമരം കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം. പിന്നെ അതുപോലെ തന്നെ നഗരസഭാ ചെയർപേഴ്സൺ ഇന്ന് രാവിലെ ഞങ്ങൾ കണ്ടിരുന്നു അഡ്രസ് ചെയ്യും. ഇപ്പം തന്നെ 10 വർഷമായിട്ട് ഞങ്ങള് ചെറിയതായിട്ട് സമരം ചെയ്ത് ചോദിക്കുന്നു. അവര് പറയുന്നു ഞങ്ങള് നോക്കാം, ലെറ്റർ തരാം, എവിടെങ്കിലും പറഞ്ഞു ഏൽപ്പിക്കാം. പക്ഷെ 10 വർഷമായിട്ട് ഈ കോളേജ് പറഞ്ഞ് ഇട്ടിട്ട് ഒന്നും നടക്കാത്ത കണ്ടിട്ട് ഞങ്ങളിപ്പം സ്റ്റുഡൻസ് ഒക്കെ ഐക്യമതി പ്രഖ്യാപിച്ച് സമരം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യമാണെങ്കിൽ ഇവിടെ ഒരു ഫാക്കൽറ്റി ബോർഡ് വേണം. ഫാക്കൽറ്റി ഇപ്പൊ IP തുടങ്ങി. IP ഇപ്പം തുടങ്ങിയിട്ട് ആരും നോക്കാനില്ല, പേഷ്യൻസ് ഇല്ല, ആരും ഇല്ല. IP ഒരു റൂം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി അതിന് റൂം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ IP-യും OT-യും തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫാക്കൽറ്റീസ് ഇല്ലാതെ തുടങ്ങിയിട്ട് എന്ത് കാര്യം? പഠിപ്പിക്കാനും ആരുമില്ല, നോക്കാനും ആരുമില്ല. അപ്പൊ പേഷ്യൻസും വരുന്നില്ല. പേഷ്യൻസ് ഒക്കെ ഇവിടുന്ന് തൃശ്ശൂരും കോയമ്പത്തൂരും ഒക്കെയാ പോകുന്നത്. ഒരു ബേൺസ് പേഷ്യന്റ് വന്നാൽ തന്നെ ജസ്റ്റ് പ്രാഥമികമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അവര് തൃശ്ശൂരിലേക്ക് വിടാണ്. എന്തുറപ്പാണുള്ളത് ആ പേഷ്യന്റ് തൃശ്ശൂർ വരെ എത്തുന്നുള്ളത്? ഒരു ബേൺസ് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനോ ഒരു ആക്സിഡന്റ് ട്രോമ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനുള്ള കാഷ്വാലിറ്റി പോലും ഈ മെഡിക്കൽ കോളേജിൽ ഇല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കെട്ടിടം? ശരിക്കും അതാണ് ആലോചിക്കേണ്ടത്. ഇതിൽ കൂടെ പോകുന്ന വണ്ടികളൊക്കെ ആളുകൾ നോക്കും, എത്ര വലിയ മെഡിക്കൽ കോളേജാ പാലക്കാട്ടിലുള്ളത്. പക്ഷെ ഉള്ളിലൊന്നുമില്ല, വെറും പൊള്ളയാ, ഉള്ളിലൊന്നുമില്ല. ഞങ്ങള് ജില്ലാ ആശുപത്രിയിൽ വരുന്ന തുച്ഛം കേസുകൾ മാത്രമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് പഠിച്ചിറങ്ങാൻ ഞങ്ങളുടെ ഭാവി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല.
ഇപ്പൊ ഓരോ ഡോക്ടേഴ്സിനെയും പേഷ്യൻസും വന്ന് അടിക്കണ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കണേ. ഞങ്ങളെ ഭാവി എന്താവും ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ഉറപ്പില്ല. ഇത് ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കാണ് കൂടുതൽ ഉപകാരം. ഞങ്ങളിപ്പോ ആലോചിക്കുന്ന SC/ST ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തോടെ ഇതൊരു കമ്മ്യൂണിറ്റിയുടെ അടിയിൽ നിന്ന് മാറ്റിയിട്ട് ഡയറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടിയിൽ വന്ന അപ്പം അവർക്ക് ഇച്ചിരി പവർ കിട്ടും, ബഡ്ജറ്റ് അലോട്ട്മെന്റ് കൂട്ടും. പിന്നെ അവർക്ക് തന്നെ ഫാക്കൽറ്റി ബോർഡ് പ്രഖ്യാപിച്ച് ഫാക്കൽറ്റീസിനെ റിക്രൂട്ട് ചെയ്യാം. PSC നടത്തുന്ന മാതിരി അവർക്കും ചെയ്യാം. അതും പിന്നെ ഇവിടെ ഇച്ചിരി ഒരു ഡെവലപ്മെന്റ് ആകണമെങ്കിൽ പാലക്കാടിലുള്ള ഡിസ്ട്രിക്ട് അതോറിറ്റീസും MLAസും കളക്ടറും ഒക്കെ അവരൊക്കെ വിചാരിക്കണം ഇത് നടക്കാൻ. സമരം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഒരു മാസമാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് എന്തായാലും ഒരു പെർമനന്റ് സൊല്യൂഷൻ വേണം. അത് കിട്ടുന്നവരെ ഫാക്കൽറ്റി ബോർഡ് ഇങ്ങനെ ചുമ്മാ ബിൽഡിംഗ് അല്ല, അവര് പ്രോപ്പർ ഡെഡ് ലൈൻ വെച്ചിട്ട് ഇത്രയും ദിവസത്തില് ഫാക്കൽറ്റീസിനെ റെക്രൂട്ട് ചെയ്യും, ഇത്രയും ദിവസത്തിൽ IP തുടങ്ങും, OT തുടങ്ങും. അതൊരു ഡെഡ് ലൈൻ ഞങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ട് വേണം. ഒരു വാക്കല്ല വേണ്ട, ഒരു എഴുതി തരണം അവര്. അതുവരെ ഞങ്ങൾ സമരം കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ഇന്നിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഡോക്ടർമാരുടെ ഒരു സമരം, അതായത് അടുത്ത തലമുറ ഡോക്ടർമാരുടെ അടുത്ത തലമുറയുടെ സമരമാണ്. എന്റെ പേര് ജ്യോതിഷ് എന്നാണ്. ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ സമരവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയപ്പം യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ തിരിച്ചടി, അതായത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാർ കളിച്ചൊരു തിരിച്ചടിയാണ് ഇവിടെ കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഈ പറയുന്ന 10 വർഷമായി സ്ഥാപിക്കപ്പെട്ട ഈ ഒരു സ്ഥാപനം, പാലക്കാടിന്റെ അസറ്റായിട്ടുള്ള ഈ ഒരു മെഡിക്കൽ കോളേജിനെ എങ്ങനെ തകർക്കാമെന്ന് കഴിഞ്ഞ 8.5 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇടത് സർക്കാരിന്റെ നയങ്ങളുടെ പ്രശ്നങ്ങളിലായിട്ട് ഇതിനെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്വന്തം വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഡോക്ടർമാരെ പഠിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഓരോ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഒരു ആഴ്ചയിൽ ഇത്രയും അതായത് കുറേയധികം സാങ്കേതികമായി പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അത് നേരിട്ട് കണ്ടു പഠിക്കണം ഡോക്ടർമാരായിട്ടുള്ള കുട്ടി ഡോക്ടർമാർക്ക്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ രീതിയിൽ കളിച്ച് ഇവിടെ ഇടത് വലത് രാഷ്ട്രീയം കളിച്ചത് കൊണ്ട് മാത്രം ഇല്ലാതായ അല്ലെങ്കിൽ നിലവാരമില്ലാതായ ഒരു മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നതാണ് വളരെ കൗതുകകരമായ ഒരു കാര്യം. കാരണം ഞങ്ങളൊരു ഡോക്ടറായിട്ടുള്ള ആളെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല സേവനം കാഴ്ചവെക്കണമെന്ന് സ്വപ്നമുണ്ട്. ഞങ്ങൾ റാങ്കുകൾ നേടി മെറിറ്റുകളിലൂടെ പ്രവേശിച്ച വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ സാധാരണക്കാരെ ദളിത് വംശത്തിൽ അതിൽ പെടുന്ന 70% പേരും ബാക്കി 30% പേരും മാത്രമാണ് മറ്റു വിഭാഗങ്ങളിൽ വരുന്നത്. ഇവര് മനസ്സുകൊണ്ട് സ്വപ്നം കാണുന്നത് ഈ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള സേവനം നൽകിക്കൊണ്ട് അവർക്ക് ജീവിതം മെച്ചപ്പെടുത്തണം എന്നുള്ള രീതിയിൽ സമൂഹത്തെയും കാണുന്നുണ്ട്, ഒപ്പം അവരുടെ ഉയർച്ചയും കാണുന്നുണ്ട്. പക്ഷെ അത് നടക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ഇതിന് യഥാർത്ഥ കുറ്റവാളി എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഭരണവർഗം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. ഇതിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇവർക്ക് കുട്ടികൾ ആവശ്യപ്പെടുന്ന അധ്യാപകരെ കൃത്യമായ രീതിയിൽ, അതായത് അവർക്ക് പരിശീലനം നൽകാൻ കപ്പാസിറ്റി ഉള്ള അധ്യാപകരെ ആദ്യം അവർക്ക് നൽകുക. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായത്ര ലാബുകളും അതുപോലെ തന്നെ സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള അവസരങ്ങളും നൽകുക. ഇത് ഒന്നും തന്നെ ഇല്ലാതെ ഈ കൊച്ചുങ്ങൾ എങ്ങനെയാണ് ഞങ്ങളൊരു ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് അവരുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകുക? ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന വിദ്യാഭ്യാസം, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസ നമുക്ക് തന്നിരിക്കുന്ന അവകാശമുണ്ടല്ലോ, അതിനുള്ള ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനെതിരെ ഈ സമൂഹമാണ് പ്രതികരിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഈ കുട്ടികളല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് വിശ്വനാഥ്, ഞാൻ കണ്ണാടി പഞ്ചായത്തുകാരനാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് ആവശ്യമാണ്, പക്ഷെ നല്ല മാതിരിയുള്ള ട്രീറ്റ്മെന്റും ഇപ്പൊ നടക്കുന്ന ട്രീറ്റ്മെന്റുകളിൽ വെച്ച് നല്ല പുരോഗമനത്തിലേക്ക് ഇനി വരണം. ഇപ്പൊ ഇവിടെ പഠിക്കാനുള്ള സ്റ്റുഡൻസിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോൾ 10 വർഷത്തിന് മേലെയായി മെഡിക്കൽ കോളേജ് കെട്ടാൻ തുടങ്ങി. ഈ 10 വർഷമായിട്ടും ഇപ്പോഴും ആ ബിൽഡിംഗ് അല്ലാതെ വേറെ അതിനകത്തുള്ള സംവിധാനങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. ഒരുപാട് സ്റ്റുഡൻസ് പല സ്ഥലങ്ങളിൽ നിന്നും UP നിന്ന് വരുന്നുണ്ട്, കൽക്കട്ടയിൽ നിന്ന് വന്ന് പഠിക്കുന്നുണ്ട്, ഡൽഹിയിൽ നിന്ന് വന്ന് പഠിക്കുന്നുണ്ട്, പല ഔട്ട് സൈഡിൽ നിന്ന് ആൾക്കാരും പഠിക്കുന്നുണ്ട്. ഇതുവരെയ്ക്കും അവർക്ക് ഇവിടെ പഠിക്കാനുള്ള ഉപകരണങ്ങളൊന്നും എത്തിയിട്ടില്ല. ഇപ്പോഴും പേഷ്യന്റ് പല സ്ഥലത്തൊന്നും വരും. അവർക്ക് വേണ്ട മെഡിസിൻസോ അല്ലാതെ ഇവിടെയുള്ള ഒരു ബ്ലഡ് ടെസ്റ്റിംഗ് ഫുള്ളായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സ്കാനിങ് സെന്ററോ അല്ലെങ്കിൽ ഒരു MRIയോ ഇതുവരെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ICU ഇല്ല, OT ഇല്ല, കാലി OP മാത്രമുണ്ട്. അത് രാവിലെ 8 മണി തൊട്ട് ഒരു 12-1 മണി വരെ OP ഉണ്ട്.
അല്ലാതെ ബാക്കിയുള്ള സംവിധാനങ്ങളൊന്നും ഇതുവരെയ്ക്കും ആയിട്ടില്ല. അത് വരാനുള്ള അധികാരികളുടെ കണ്ണു തുറന്നുകൊണ്ട് നല്ല രീതിയിൽ വരണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇവിടെ വിട്ടുകഴിഞ്ഞാൽ ഇവിടെ വരുന്ന പേഷ്യന്റ് എല്ലാവരും പലർക്കും ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ പ്രൈവറ്റ് ലോബികളാണ് ഇതിന്റെ മുമ്പിൽ കൂടുതലും കളിക്കുന്നത്. അതില്ല, എന്നാലേ മെഡിക്കൽ കോളേജ് നല്ല സംവിധാനത്തിലെത്തും. ഇവിടെ എയിംസ് വരണമെന്നുണ്ട്. എയിംസിന് പറ്റുമോ എന്നുള്ളത് ഇവിടുത്തെ അധികാരികളാണ് ചിന്തിക്കേണ്ടത്. അധികാരികളും അതിനുവേണ്ട ജനങ്ങളും അതുമാതിരി ആയിരിക്കണം, എന്നാലേ എയിംസിനുള്ള സ്റ്റാൻഡേർഡ് ഇവിടെ കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ സർജറി ഡിപ്പാർട്ട്മെന്റിൽ ഒരു HOD ഇല്ല. ഉള്ളതാണ് നമ്മുടെ കേരളത്തെ വെച്ചിട്ട് ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജ്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മെഡിക്കൽ കോളേജാണ്. ഹൈവേ സൈഡിൽ എല്ലാവർക്കും നല്ല പോക്കുവരത്ത് സൗകര്യങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജിന് ഇങ്ങനെ 10 വർഷമായിട്ട് ഇങ്ങനെ ഇടാനുള്ള ഒരു ഇത് ചെയ്യാൻ പാടില്ല. എന്താ കാരണം പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഇതൊരു ബാക്കിൽ രാഷ്ട്രീയക്കളി ആണോ എന്നൊരു ഡൗട്ടാണ്. അല്ല, അത് ഉണ്ടാകാൻ പാടില്ല. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മെഡിക്കൽ കോളേജാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി സാധാരണ വെച്ചിട്ട് ഈ മെഡിക്കൽ കോളേജിന് നല്ല രീതിയിൽ അക്യുമെന്റ്സ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഞങ്ങൾ ഈ പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു സൗകര്യങ്ങൾ പോലും ഇപ്പൊ ഇവിടെ നിലവിലില്ല. ഞങ്ങൾക്ക് വേണ്ടുന്ന അധ്യാപകരില്ല. ഇപ്പൊ നിലവിലുള്ള അധ്യാപകർ, താൽക്കാലികമായിട്ട് ഇവിടെ നിയമനത്തിലിരിക്കുന്ന ഞങ്ങൾ അധ്യാപകർ ഗോൾഡ് മെഡലും മറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അത്രയും പ്രഗത്ഭരായ അധ്യാപകർ ഇവിടെ ഉണ്ട്. പക്ഷെ അവർ ഞങ്ങൾക്ക് തികയുന്നില്ല. ഞങ്ങൾ 100 പേരെ പഠിപ്പിക്കാനായിട്ട് 3-4 അധ്യാപകർ മാത്രമേ ഉള്ളൂ. പല ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ മാത്രം ഓടിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇവർക്ക് ഞങ്ങളെയും പേഷ്യൻസിനെ നോക്കാൻ ഇവിടെ പറ്റുന്നില്ല. അതിനുവേണ്ടുന്ന ഒരു ബേസിക് സൗകര്യങ്ങളും ഇല്ല. ഇവിടെ അവരെ സ്ഥിരപ്പെടുത്താതെ ഇവിടെ ആളുകൾ വരുന്നതുമില്ല. ഈ സമരത്തോട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ ഫാക്കൽറ്റി ഷോർട്ടേജ് ഉടനെ തന്നെ പരിഹരിക്കുക. IP കാഷ്വാലിറ്റി, OT, ICU, എമർജൻസി ട്രോമ കെയർ, ഫാർമസി പോലും ഇവിടെ ശരിക്കും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അത് ഉടനെ തന്നെ അത് പ്രവർത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ സമരം ചെയ്യുന്ന ഒരു കുട്ടി ഇവിടെ കുഴഞ്ഞു വീണാൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് വേറെ ആശുപത്രികളിലേക്ക് ഓടേണ്ട സാഹചര്യമാണ്. ഇവിടെ ഇപ്പൊ ഒരു കുട്ടി കുഴഞ്ഞു വീണാൽ അവർക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പോലുമുള്ള ഒരു വിദ്യാഭ്യാസം ഞങ്ങൾക്ക് ഇവിടുന്ന് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ഒരു കുട്ടി ഇവിടെ വീണാൽ പോലും ഞങ്ങൾ വേറെ എടുത്തോണ്ട് ഓടണം. ഞങ്ങളുടെ കോളേജിന് മുന്നിൽ ഒരു അവസ്ഥ വരുമ്പോൾ ഞങ്ങൾ വേറെ എടുത്തോണ്ട് പോകുന്നത് എത്ര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ കൂടെയാണ് ഞങ്ങളിപ്പോ കടന്നു പോകുന്നത്. ഈ അവസ്ഥ മാറാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ സമരം ചെയ്യുന്നത്. വിദ്യാർത്ഥികളായിട്ട് ഇവിടെ എല്ലാവരും ഒത്തുചേർന്ന് ഇപ്പൊ 3ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ സമരം കൊണ്ട് നടക്കുന്നത്. ഇതുവരെ ഒരു അധികാരികളും ഞങ്ങൾക്ക് വേണ്ടി ഒരു നിയമ നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പരിഹരിക്കപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആരും വെറുതെ വന്ന് MBBS വാങ്ങിച്ചവരല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികളെയും പോലെ തന്നെ രാത്രി പകലാക്കി കഷ്ടപ്പെട്ട് പഠിച്ച് തന്നെ നീറ്റും പാസ്സായി റാങ്ക് മേടിച്ചിട്ടാണ് ഞങ്ങൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ വന്ന് അഡ്മിഷൻ എടുത്തത്. എല്ലാരെയും പോലെ ഡോക്ടർ ആവണം എന്നുള്ള ഒരു സ്വപ്നം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ വീട്ടുകാർ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ നാട്ടുകാർ പോലും നാട്ടിലൊരു ഡോക്ടർ, കുടുംബത്തിലെ ഡോക്ടർ അവർക്കുണ്ടാകാൻ പോകുന്ന നന്മ ആലോചിച്ച് തന്നെയാണ് ഞങ്ങളെ സ്വപ്നം കണ്ടാണ് പലരും ഇരിക്കുന്നത്. ഈ ഒരു കോളേജ് വന്നിട്ട് ഇത്രയും സൗകര്യം ഇല്ലാതെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ നാളെ നാടിനൊരു നന്മയാകും? ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പാലക്കാടുകാർക്കൊക്കെ അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു മെഡിക്കൽ കോളേജ് തന്നെയാണ്. കാരണം ഇത്രയും വലിയ ജില്ലയായിട്ട് ഇവിടെ നല്ലൊരു മെഡിക്കൽ കോളേജ് ഇതുവരെയും ഇല്ല. ഇവിടെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും കോയമ്പത്തൂരുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് റെഫർ ചെയ്ത് വിടുകയാണ്. ഇവിടുത്തെ പട്ടിണി പാവങ്ങൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കും ഇവിടെ കിട്ടാവുന്ന ഒരു ആക്സസ് ഉണ്ട്. അത് തൃശ്ശൂരും കോയമ്പത്തൂരും പോയാൽ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾ പാലക്കാട് എല്ലാ നാട്ടുകാർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഉപകാരപ്പെടാൻ പോകുന്ന പാലക്കാടുകാർക്കാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാം, അത്രമാത്രം നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇപ്പൊ ഈ കോളേജ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ നിർമ്മാണം എഴുന്നേറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇത് ഏത് കാലത്ത് ഇത് പൂർത്തിയാകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഫാക്കൽറ്റീസ് ഇല്ല. എല്ലാരും കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഈ കോളേജ് ഇങ്ങനെ ഒരു കെട്ടിടം മാത്രമായിട്ട് ഒരു സ്കെലിട്ടൺ പണിഞ്ഞു വെച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്?
ഇത് ജനങ്ങൾക്ക് 10 വർഷമായിട്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇവിടെ എന്ത് വികസനമാണ് നടക്കുന്നത്. ഇത് സൊസൈറ്റി ബേസ്ഡ് കോളേജ് ആണ്. ഇതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതല്ലാതെ പിന്നെ SC കമ്മീഷനും SC മിനിസ്റ്ററും അടങ്ങുന്ന ഒരു ചേംബർ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെയാണ് നമ്മൾ ബന്ധപ്പെടുന്നതും അവരുടെ അടുത്താണ് നമ്മൾ കാര്യങ്ങൾ അവതരിക്കപ്പെടുന്നതും. പക്ഷെ അവർ പരിമിതികളുണ്ടെന്നല്ലാതെ എത്രയും വേഗം ഒരു നടപടി എടുക്കും എന്നൊന്നും പറയുന്നില്ല. ഇവരുടെ പരിമിതികൾ എന്താണ് ഇവരുടെ പരിമിതികൾ? അത് ഞങ്ങളോട് എന്തുകൊണ്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ അവർ നാട്ടുകാരോട് വിളിച്ചു പറയട്ടെ, എന്താണ് അവരുടെ പരിമിതികൾ? അതവർ നാട്ടുകാരോട് വിളിച്ചു പറയട്ടെ. ഈ ജനങ്ങളെ മണ്ടരാക്കേണ്ട കാര്യമില്ല. ഈ മെഡിക്കൽ കോളേജ് ഞങ്ങൾ ഇങ്ങനെ സമരം ചെയ്യുന്നത് അപ്പൊക്കെ ഒരുപാട് തവണയായി. അപ്പം സമരം ചെയ്യുന്ന സമയത്തൊക്കെ ഇവര് വരും, മന്ത്രി ആയാലും വരും, എന്നിട്ട് ഇന്നൊരു ഡേറ്റ് പറയും, അന്നേക്ക് നമുക്ക് ശരിയാക്കാന്ന് പറയും. അങ്ങനെ ഞങ്ങളെ വാഗ്ദാനങ്ങൾ തന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഒരു ഡേറ്റ് പറയും, ഈ ഡേറ്റ് ഇവിടെ എല്ലാം വരും. അതൊക്കെ നടത്തിയിട്ട് എന്നിട്ട് അത് അടച്ചു ആൾക്കില്ല. കേരളത്തിലെ മറ്റു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ ഈ പറയുന്ന ദിവസങ്ങളിൽ ക്ലാസ്സിൽ പോകാൻ ഞങ്ങൾക്കും അധികാരമുണ്ട്. ആ കുട്ടികൾ അവിടെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ തെരുവിലിറങ്ങി ഞങ്ങൾ സമരം ചെയ്യുകയാണ്. ഈ ഹൈവേയുടെ ഈ ഓരത്തിരുന്ന് സമരം ചെയ്യുകയാണ്. ഞങ്ങളിപ്പോ പഠിച്ച് വല്ല വിദ്യാഭ്യാസം നേടേണ്ട ആൾക്കാര് 3-4 ദിവസമായിട്ട് ഇതിന്റെ പുറകെ ഞങ്ങളുടെ പഠിത്തവും മുടക്കി ഇവിടെ ഇരിക്കുകയാണ്. ബാക്കി കുട്ടികൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട ബേസിക് ആയിട്ടുള്ള റൈറ്റ് ഞങ്ങൾ അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾക്കൊരു അധ്യാപകരെ പഠിപ്പിക്കാൻ തരണമെന്ന് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതുപോലും കിട്ടാതെ ഞങ്ങൾ തെരുവിലിറങ്ങി ഞങ്ങൾ സമരം ചെയ്യുവാണ്. ഇത് വിജയം കാണും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിൽ നിന്നൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങൾക്ക് അധികാരികൾ തരണം. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളുടെ ഫാക്കൽറ്റീസും കുട്ടികളെ മാത്രം വിളിച്ചിട്ടല്ല, ഇവിടുത്തെ ഫാക്കൽറ്റീസിനെയും കുട്ടികളെയും വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനായിട്ടിരിക്കുന്ന ഈ കോളേജിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വേണ്ട അധികാരികളുമായി ചേർന്ന് തന്നെ ഒരു മീറ്റിംഗ് നടത്തി രേഖാമൂലമുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരണം. രേഖാമൂലമുള്ള ഉറപ്പ് തന്നെ വേണം. ഞങ്ങള് ഇതുവരെ ആരെയും സമീപിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് പലവരും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഞങ്ങൾ സമീപിക്കാൻ ഇടയായത് IMA ആണ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പാലക്കാട്. നമ്മളവരെ സമീപിക്കുകയും അവരുമായിട്ട് ചർച്ച നടത്തുകയും അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് സംഘടനകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സ്ഥലത്തിന്റെ ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ ഇന്നലെയും വന്നിരുന്നു, നമ്മളെ കണ്ടു. മെമ്പറിന്റെ സപ്പോർട്ടും ഈ നാട്ടുകാരുടെ സപ്പോർട്ടും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ കൊച്ചു കുട്ടികൾ പോലും അവരുടെ സപ്പോർട്ടുകൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. MBBS നിലവില് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ സബ്ജക്ട്, ക്ലിനിക്കൽ, പ്രീ ക്ലിനിക്കൽ അങ്ങനെ ഡിവിഷൻസ് ഉണ്ട്. ഞങ്ങൾ ക്ലിനിക്കൽ സബ്ജക്റ്റിന് വേണ്ടി ആശ്രയിക്കുന്നത് നിലവിൽ ജില്ലാശുപത്രിയാണ്. പാലക്കാട്ടത്തെ ജില്ലാശുപത്രിയാണ് നിലവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നത്. പക്ഷെ അവിടുത്തെ സ്ഥിതിഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഞങ്ങള് ഈ നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുള്ള MBBS വിദ്യാർത്ഥികളും മറ്റു കോളേജിൽ നിന്നുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികളും അങ്ങനെ അവിടെ ആകെ മൊത്തം കൺജസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. അവിടെയും മതിയായിട്ടുള്ള സൗകര്യങ്ങൾ ഇല്ല. അവരും ഞങ്ങളെ അവഗണിക്കുകയാണ്. ഞങ്ങൾക്ക് പല കേസുകളും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ആള് കൂടുതലാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കാണുന്നില്ല. ക്ലിനിക്സിന് വേണ്ടിയാണ് നമ്മൾ അവിടെ കൊണ്ട് ഏൽപ്പിച്ചേക്കുന്നത്. പക്ഷെ അവിടെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് അപ്രോച്ച് ഇല്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ജില്ലാശുപത്രിയിൽ 10 വർഷമായിട്ട് ജില്ലാശുപത്രിയിൽ ഇരിക്കേണ്ട ആൾക്കാരല്ലല്ലോ. 2 വർഷത്തേക്കെന്ന് പറഞ്ഞാണ് ജില്ലാശുപത്രിയിൽ താൽക്കാലികമായിട്ട് ക്ലിനിക്സിന് വേണ്ടി ഞങ്ങൾക്ക് അവിടെ അനുമതി തന്നത്. ഇപ്പൊ 10 വർഷം കൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നേ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ക്ലിനിക്കൽ സൗകര്യം, ICU, OT, കാഷ്വാലിറ്റി, എല്ലാ സൗകര്യങ്ങളും, മൈനർ, മേജർ, OT ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഈ കോളേജിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. സ്വരൂപിക്കുന്നത്
ഞങ്ങളുടെ ഈ സമരത്തിന്റെ ഈ ക്യാമ്പയിൻ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം സ്പ്രെഡായിട്ട് കുറെ ആൾക്കാർ, കുറെ ജനങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്, പേടിക്കേണ്ട പറഞ്ഞു. പിന്നെ നമ്മുടെ കോളേജിന് ചുറ്റുമുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ ഈ കോളേജിൽ നേരത്തെ ഇവിടെ വസ്തു ഉണ്ടായിരുന്ന ആൾക്കാർ ഈ കോളേജിന് വേണ്ടി അവരുടെ വസ്തു കോളേജിന്റെ വികസനത്തിന് വേണ്ടി അവർ വിട്ടുകൊടുത്തിട്ട് അവർ മാറി ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ ഒരു വലിയൊരു സ്വപ്നമാണ്. അവർ വിട്ടുകൊടുത്തിട്ട് ഈ ഒരു മെഡിക്കൽ കോളേജ് ആണ് അവരുടെ എല്ലാവരുടെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് അവരും ഞങ്ങളുടെ സമരത്തിന് സപ്പോർട്ട് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഞങ്ങളോടൊപ്പം ഇരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. രാവിലെ വന്നിട്ടുണ്ടായിരുന്നു, ഇടപെട്ടിട്ടുണ്ട്. ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ വന്നിട്ടുണ്ടായിരുന്നു. അയ്യങ്കാളി എന്തോ പല സംഘടനകളും നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു സംഘടനയായിട്ടോ അല്ലെങ്കിൽ ഒരു ജാതിപരമായിട്ടോ ഇത് എടുക്കരുത്. ഇത് പാലക്കാടിന്റെ മുഴുവൻ ആവശ്യമാണ്, പാലക്കാടിന്റെ മൊത്തം ജനങ്ങളുടെ ആവശ്യമാണ്. ഇതൊരു ജാതിയോ അല്ലെങ്കിൽ ഒരു SC/ST അങ്ങനെയല്ല, ഇത് പാലക്കാടിലെ എല്ലാ ജനങ്ങൾക്കും ഫ്യൂച്ചറിൽ എയിംസിനോളം വരേണ്ട ഒരു കോളേജാണിത്. അങ്ങനത്തെ ഡിസ്കഷൻസ് നമ്മൾ കണ്ടതാണല്ലോ. അത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു കോളേജാണിത്. ഇവിടെ ഇങ്ങനെ ഒരു സമരം ഇവിടെ നടത്തുമെന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം ലജ്ജാകരമാണിത്. നിലവിൽ ഇപ്പം ഇവിടെ ഈ കോളേജിൽ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ ടെക്നോളജികളുള്ള മെഷീനുകളാണ്. എക്സ്റേ ആയിക്കോട്ടെ, CT സ്കാൻ ആയിക്കോട്ടെ, മറ്റ് ലബോറട്ടറീസിലുള്ള എല്ലാ മെഷീനുകളും പുതിയതായിട്ടുള്ള മെഷീനുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഷോർട്ടേജും സ്റ്റാഫുകളും ഇല്ലാത്ത കാരണം ഈ മെഷീനുകളെല്ലാം ഉപയോഗശൂന്യമായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ബാക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ്, വളരെ മികച്ചതുമാണ്. പക്ഷെ ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുന്ന കാരണം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എക്സ്റേ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള എക്സ്റേ മെഷീൻസും സ്കാനിങ് മെഷീൻസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു. ഇങ്ങനെയാണോ ഈ മെഷീൻസ് എന്നൊക്കെ ഞങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതായത് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മെഷീനുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആണ് ഞങ്ങൾ പറയുന്നത്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ അത് ഉപയോഗിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ഉപയോഗിപ്പിക്കാനോ ഉള്ള ആളുകൾ മതിയായിട്ട് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഫണ്ടിന്റെ ഷോർട്ടേജ് അല്ല, പക്ഷെ സ്ഥിരമായിട്ട് നിയമനം നടത്താൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം സൊസൈറ്റി ബേസ്ഡ് കോളേജ് ആണെന്നാണ് ഇത് പറയുന്നത്. പക്ഷെ പരിയാരം മെഡിക്കൽ കോളേജ് പോലും സൊസൈറ്റി ബേസ്ഡ് ആണ്. അവിടെ ഒരു പെർമനന്റ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ട് അധ്യാപകരെ നിയമിക്കാൻ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഇല്ല, അങ്ങനെ ഒരു ബോർഡ് ഇവിടെ ഇല്ല. പക്ഷെ നമ്മൾ അത് ആവശ്യപ്പെടുന്നുണ്ട്, അങ്ങനെ ഒരു ബോർഡ് എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നില്ല ഇത്ര നാളായിട്ട്. പക്ഷെ അതിനൊന്നും ഒരു മറുപടി തരുന്നില്ല. പറ്റില്ല എന്നല്ലാതെ വേറൊരു മറുപടി നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അതാണ് ഇവിടെ മെയിൻ ആയിട്ട്. പിന്നെ ഇവിടെ മറ്റു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ അപേക്ഷിച്ചിട്ട് സാലറി കുറവാണെന്നും പറയുന്നുണ്ട്. നമ്മൾ എല്ലാവർക്കും കത്ത് നൽകുന്നുണ്ട്. ഇപ്പൊ സെൻട്രൽ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, സെൻട്രൽ ഹെൽത്ത് മിനിസ്റ്റർ, സെൻട്രൽ SC/ST കമ്മീഷൻ, പിന്നെ ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ, ഇവിടുത്തെ SC/ST കമ്മീഷനും എല്ലാം നമ്മൾ കത്തുകൾ നൽകിയിട്ടുണ്ട്, നിവേദനങ്ങൾ നൽകാൻ പോവുകയാണ്. കാരണം 10 വർഷമായിട്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത കോളേജിന് അപകടങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ ബേസിക് ഫെസിലിറ്റി ഇല്ല. ആൾക്കാർ എന്തെങ്കിലും അസുഖമാണെങ്കിൽ നേരെ തൃശ്ശൂർ പോകണം, ഒന്നെങ്കിൽ കോയമ്പത്തൂർ പോകണം. ഈ നാടിന് ഉപകാരമില്ലാത്ത ഹോസ്പിറ്റലിൽ പിന്നെ എന്താ വരിക?
ആദ്യമായല്ല ഇവർ സമരമുഖത്ത് വരുന്നത്. ഓരോ തവണയും ഇവിടത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങുമ്പോഴും ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ വൃന്ദവും രാഷ്ട്രീയ നേതാക്കളും സമരക്കാരെ അന്വയിപ്പിച്ച് സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പിന്നെ ഞങ്ങളിപ്പോ ക്ലാസ് കളഞ്ഞ് അകത്ത് മൊത്തം ക്ലാസ്സിൽ അടച്ചു പൂട്ടി. അപ്പം അങ്ങനെ നോക്കുമ്പോ 100 പേര് ഒരുമിച്ച് കൂടി ചേർന്ന് നടക്കുമെന്ന് വിശ്വാസമുണ്ട്. സമരം വിജയിക്കുമെന്ന ആത്മവിശ്വാസം മുന്നിൽ തന്നെയുണ്ട്. രാഷ്ട്രീയക്കാരുടെയും മന്ത്രിപുങ്കവന്മാരുടെയും കപടവാഗ്ദാനങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കാതെ നട്ടെല്ല് നിവർത്തി നിൽക്കാനായാൽ വിജയം ഉറപ്പ്. സമരം മുന്നോട്ട് തന്നെ നീങ്ങട്ടെ. വിജയം വരെയും ജനങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും.